വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് മോശയ്ക്ക് അന്തിമ നിർദ്ദേശങ്ങൾ നൽകാനായി ജോഷുവയെ കൂട്ടി സമാഗമ കൂടാരത്തിലേക്ക് വരാൻ കൽപ്പിച്ചു. അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനകത്ത് പ്രത്യക്ഷപ്പെട്ടു. മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീ നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു. നിയമാവർത്തനം 31 അധ്യായം 15-16 തിരുവചനങ്ങൾ. കർത്താവ് നൂനിൻ്റെ മകനായ ജോഷുവയെ അധികാരമേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിയമാവർത്തനം 31 അധ്യായം 23 തിരുവചനം. മോശ നിയമങ്ങളെല്ലാം പുസ്തകത്തിലെഴുതി കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്ന ലേവ്യരോട് ദൈവമായ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിനരികിൽ വയ്ക്കുവാൻ നിർദ്ദേശിച്ചു. ജനങ്ങൾ കേട്ടിരിക്കെ മോശയും ജോഷയും ഒന്നിച്ച് കർത്താവിന് കീർത്തനമാലപിച്ചു. കർത്താവ് അരുളി ചെയ്തു, നിന്റെ സഹോദരൻ അഹറോൻ ഹോർമലയിൽ വെച്ച് മരിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തതുപോലെ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിയമാവർത്തനം 32 അധ്യായം 50 തിരുവചനം. ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിനു മുമ്പ് ഇസ്രായേൽ ജനത്തിന് തൻ്റെ അന്തിമ അനുഗ്രഹം നൽകി. മോശ ജെറിക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോ മലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി. കർത്താവ് അവന് കാനാൻ ദേശം മുഴുവനും അകലെ നിന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ കർത്താവ് മുഖാമുഖം സംസാരിച്ച ഒരേ ഒരു പ്രവാചകനായ മോശ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അത് ബത്പയോറിന് എതിരെയുള്ള താഴ്വരയിൽ അവനെ സംസ്കരിച്ചു. അവർ 30 ദിവസം ദുഃഖമാചരിച്ചു. നിയമാവർത്തന പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.